കഴിഞ്ഞ വർഷം തിരുനാവായയിൽ നടന്ന മാഘമകം അല്ലെങ്കിൽ കേരളത്തിലെ കുംഭമേള എന്ന് പറയുന്ന ലക്ഷങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ ബോംബ് സ്ഫോടനം നടത്തി നൂറുകണക്കിന് ആളുകളെ കൊലപ്പെടുത്താൻ ഇസ്ലാമിക തീവ്രവാദികൾ തീരുമാനിച്ചു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളൊന്നും പറയില്ല. അതിൻ്റെ വിവരം പുറത്തു വന്നിട്ട് 3-4 ദിവസമായി. ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് നടന്ന ചില സംഭവങ്ങളാണ് മാഘമഹോത്സവം അല്ലെങ്കിൽ കുംഭമേളയിൽ ബോംബ് സ്ഫോടനം നടത്തി ആയിരക്കണക്കിന് ആളുകളെ കൊല്ലാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കപ്പെട്ടിരുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന സംഭവം നടന്നത്. മഞ്ചേരി സ്വദേശി ഹാരിസ് ടി എ എന്ന് പറയുന്ന ഒരാളെ NIA അറസ്റ്റ് ചെയ്തു. NIA അറസ്റ്റ് ചെയ്തത് ഗുരുതരമായ ഒരു കേസിൻ്റെ അന്വേഷണത്തെ തുടർന്നാണ്. ഫെബ്രുവരി 7 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2025 ഫെബ്രുവരി 7 മാഘമകം അല്ലെങ്കിൽ തിരുനാവായ കുംഭമേള കഴിഞ്ഞ് 3-ാം ദിവസം ചെമ്മാട് തളപ്പാറ റോഡിലുള്ള ഫർഹ ഹോളോബ്രിക്സ് എന്ന് പറയുന്ന ഒരു ഹോളോബ്രിക്സ് സിമൻറ്റ് ഇഷ്ടികയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥാപനത്തിൽ നിർത്തിയിട്ടിരുന്ന 3 ലോറികൾ, ഈ ലോറി ടർപ്പാളിനിട്ട് പൊതിഞ്ഞിരിക്കുകയായിരുന്നു. ഈ ലോറികൾ പോലീസ് പിടികൂടുന്നു. പോലീസ് പിടികൂടി പരിശോധിക്കുമ്പോൾ നിങ്ങൾ ഞെട്ടണം. നമ്മൾ എത്ര വലിയ അപകടത്തിലാണ് ജീവിക്കുന്നതെന്ന് തിരിച്ചറിയുമ്പോൾ ഞെട്ടാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്നത് വേറെ കാര്യം. കാരണം എന്ത് കേട്ടാലും നിസ്സംഗരായിരിക്കുന്നു. കാരണം കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ആളുകളുടെ അവസ്ഥ പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടേതുപോലെയാണ്. നിസ്സഹായത, ഒരു മരവിപ്പ്, എന്ത് കേട്ടാലും നമുക്കാരുമില്ലല്ലോ, നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു നിസ്സഹായതയിൽ മലയാളികൾ, കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം വന്നുപെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ വാർത്തകളൊന്നും നിങ്ങൾ അറിയണ്ട എന്ന് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ തീരുമാനിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? അവിടുത്തെ ലോറികളിൽ നിന്ന് 89,600 ഡിറ്റനേറ്റർ സ്റ്റിക്കുകൾ എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കാനുള്ള, സ്ഫോടനം നടത്താനുള്ള ഡിറ്റനേറ്റർ സ്റ്റിക്കുകൾ 89,600 പിടിച്ചു. 10,500 നോൺ ഇലക്ട്രിക് ഷോക്ക് ട്യൂബുകൾ പിടിച്ചു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ വലുതാണെന്നറിയാം. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ കേരളം മുഴുവൻ കത്തിച്ച് കളയാൻ പറ്റും. വേണമെങ്കിൽ കേരളത്തെ മുഴുവൻ പൊട്ടിത്തെറിയിലൂടെ ഇല്ലാതാക്കാൻ കഴിയുന്ന അത്രയും സ്ഫോടക വസ്തുക്കളാണ് ഫർഹ ഹോളോബ്രിക്സ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ നിന്ന് പിടിച്ചത്. അതേക്കുറിച്ച് ഇവിടെ ഏതെങ്കിലും ചാനലിൽ ചർച്ച നടന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പത്രത്തിൽ ഒന്നാം പുറത്ത് വാർത്ത വന്നിട്ടുണ്ടോ? പിടികൂടിയ പ്രതികളുടെ പേര് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറയില്ലല്ലോ. കാരണം അത് ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന ഹാരിസ് ടി എ എന്ന പേരിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട്. ഇനി മാത്രമല്ല, ഇത് പിടിച്ചെവിടുന്നാണ്? ഫർഹ ഹോളോബ്രിക്സ്. ആ പേര് കാണുമ്പോഴും അറിയാം അതിൻ്റെ ഒരു സ്വഭാവം. അതുകൊണ്ട് അത് വാർത്തയാവില്ല. പക്ഷേ ഇത്ര ഭീകരമായ, ഭീതിജനകമായ അളവിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ച കേസായതുകൊണ്ട് കേസ് സ്വമേധയാ NIA ഏറ്റെടുത്തു. NIA ഏറ്റെടുക്കുന്ന ഏത് തരം കേസുകളാണ്? വഴി നടക്കുന്ന കത്തിക്കുത്ത്, ചീട്ടുകളി, ബാറിലെ തല്ല്, ഇതൊക്കെ NIA ഏറ്റെടുക്കാറുണ്ടോ? NIA ഏറ്റെടുക്കുന്ന കേസുകൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാം. അതിനകത്ത് ഭീകരബന്ധമുണ്ടെന്ന് പ്രഥമ ദൃഷ്ട്യ ബോധ്യപ്പെടുന്ന കേസുകൾ മാത്രമാണ് NIA ഏറ്റെടുക്കുക. അറിയാമല്ലോ. അപ്പോൾ ഈ ഫർഹ ഹോളോബ്രിക്സിൽ നിന്ന് 3 ലോറി നിറയെ 10,000-കണക്കിന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത കേസ് NIA ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഭീകരവാദി ബന്ധമുണ്ട്, തീവ്രവാദി ബന്ധമുണ്ട്. കേരളത്തിൽ സ്ഫോടനം നടത്താൻ വേണ്ടി കർണാടകയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ വസ്തുക്കൾ. ലോറിയൊക്കെ പിടിച്ചു. അതിലൊരു വണ്ടിയുടെ നമ്പർ എനിക്കറിയാം, KL10 BF 8395 ലോറി. ഇതിൽ കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ലൈസൻസ് ഉണ്ടായിരുന്നില്ല, ഒരനുമതിയില്ലായിരുന്നു. അത് അതിർത്തി കടന്ന് സുരക്ഷിതമായി ഓടി കർണാടകയിൽ നിന്ന്, നോക്കൂ, കർണാടകയിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുമായി ഒരിടത്തും ഒരു പരിശോധനയുമില്ലാതെ, ഒരാളും തടയാതെ, ഒരു ചോദ്യവുമില്ലാതെ കർണാടകയിൽ നിന്ന് ഓടി ഇത് മലപ്പുറത്തെത്തി. വെറുതെ വരും സംഭവിക്കുമോ? എത്ര ചെക്ക് പോസ്റ്റുകളുണ്ട്? റവന്യൂ വകുപ്പിൻ്റെ ഉണ്ട്, പോലീസിൻ്റെ ഉണ്ട്, വനം വകുപ്പിൻ്റെ ഉണ്ട്. ഇതൊക്കെ കടന്ന് എത്തുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അതങ്ങനെ കേരളത്തിലേക്ക് എത്തട്ടെ എന്ന് ആരോ തീരുമാനിച്ചു. കർണാടക എന്ന് പറയുന്ന സംസ്ഥാനം, കേരളത്തിൽ നമുക്ക് പരിചിതമില്ലാത്ത ഒരുപാട് സ്ഫോടനങ്ങൾ, തമിഴ്നാട് മുതൽ അങ്ങോട്ട് സ്ഫോടനങ്ങൾ, കോയമ്പത്തൂർ സ്ഫോടനം അറിയാം, ബാംഗ്ലൂർ സ്ഫോടനം അറിയാം, വൈറ്റ് ഫീൽഡിലൊക്കെ നടന്നിട്ടുള്ള സ്ഫോടനങ്ങൾ അറിയാം, മംഗലാപുരത്തെ സ്ഫോടനങ്ങൾ അറിയാം,
തീവ്രവാദി സംഘടനകൾ പരസ്യമായി ബോംബ് സ്ഫോടനങ്ങൾ നടത്തുന്ന സംസ്ഥാനങ്ങളാണ് കർണാടകയും തമിഴ്നാടും ഒക്കെ നടത്തിയിട്ടുള്ള സംസ്ഥാനങ്ങളാണ്. അവിടെ നിന്നാണ് ഈ ലോറി കേരളം മുഴുവൻ തകർക്കാൻ പര്യാപ്തമായ അത്രയും ശേഷിയുള്ള മാരകമായ സ്ഫോടക വസ്തുക്കളുമായി ഇവിടെ വന്നത് എന്ന് ഓർക്കണം. എന്നിട്ട് അതിനെക്കുറിച്ച് കേരള പോലീസ് ഒന്നും മിണ്ടിയില്ല, വാർത്താക്കുറിപ്പ് ഇറക്കിയില്ല, കേരളത്തിലെ മാധ്യമങ്ങൾ സവിസ്തരം വാർത്ത കൊടുത്തില്ല. ഇനി ഒരു പൊട്ടിത്തെറി ഉണ്ടായതിന് ശേഷം വാർത്ത കൊടുക്കാൻ വേണ്ടി ഇവർ കാത്തിരിക്കുകയാണ്. കാരണം കുംഭമേള എന്ന് പറയുന്ന സ്ഥലം തിരുനാവായിൽ നടക്കുമ്പോൾ ആ സ്ഥലത്ത് എത്തിച്ചേരുന്നത് മുഴുവൻ ഹിന്ദുക്കളായിരിക്കുമല്ലോ. അങ്ങനെ ഹിന്ദുക്കളുടെ ഒരു കൂട്ട മരണം സംഭവിച്ചതിന് ശേഷം വാർത്തയാക്കാം എന്ന് കരുതി കാത്തിരുന്ന ചോര കുടിയാന്മാരായ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അത് എങ്ങനെയോ പോലീസിൻ്റെ പിടിയിൽപ്പെട്ട് എൻ ഐ എ വന്ന് പിടികൂടി. ഇപ്പോൾ ഇയാളെ ഈ സംഭവത്തിന് ശേഷം എൻ ഐ എ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും 19 സ്ഥലത്ത് റെയ്ഡ് നടത്തി. കർണാടകയിലെ വിജയപുര എന്ന് പറയുന്ന സ്ഥലത്ത് 3 പ്രതികളെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ സൂത്രധാരൻ ഹാരിസ് ടി എ എന്ന് പറയുന്ന ഈ മഞ്ചേരിക്കാരനാണ് എന്ന് കണ്ടെത്തിയത്. ഈ മഞ്ചേരിക്കാരനെ കണ്ടെത്തി ഇയാളാണ് ഇത്ര വലിയ അളവിലുള്ള സ്ഫോടക വസ്തുക്കൾ മലപ്പുറത്തേക്ക് എത്തിച്ചതെന്ന് വ്യക്തമായതിൻ്റെ തൊട്ടടുത്ത ദിവസം കേരളത്തിൽ 2 അറസ്റ്റുകൾ നടന്നു. ഒന്ന് അർജുൻ അയങ്കയുടെ അറസ്റ്റ്, 2 ടിജി മോഹൻദാസിൻ്റെ അറസ്റ്റ്. ഈ 2 അറസ്റ്റിൻ്റെ വാർത്തകൾക്കിടയിൽ കേരളം ഇങ്ങനെ ചർച്ച മുഴുവൻ അതിലാക്കി. ഇതങ്ങ് മുങ്ങിപ്പോയി. അപ്പോൾ കേരളത്തിലെ ചില ആളുകൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടുന്ന വാർത്തകളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത 2 അറസ്റ്റ് നാടകങ്ങൾ. അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? അങ്ങനെയും വ്യാഖ്യാനിക്കാം. കാരണം അല്ലെങ്കിൽ തന്നെയും ഇത് ഈ ഫെബ്രുവരി 7-ന് 2025 ഫെബ്രുവരി 7-ന് ചെമ്മാട് തളപ്പാറയിലെ ഫർഹ ഹോളോ ബ്രിക്സിൽ നിന്ന് ഇത്ര വലിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ചത് വാർത്തയായിരുന്നു. എത്ര സംഭവങ്ങൾ കേരളത്തിലല്ലേ? ഒരു പാലത്തിൻ്റെ താഴെ, മലപ്പുറത്താണെന്ന് തോന്നുന്നു, ഒരു പാലത്തിൻ്റെ താഴത്ത് നിന്ന് POK പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറി എന്ന് മുദ്ര കുത്തിയ വെടിയുണ്ടകൾ പിടിച്ചത്. പത്തനംതിട്ടയിലെ ഒരു സ്ഥലത്തു നിന്നല്ലേ പാകിസ്ഥാൻ നിർമ്മിതമായ ആയുധങ്ങൾ പിടിച്ചത്, തോക്കുകൾ പിടിച്ചത്. എവിടെ എത്തി അന്വേഷണം? എവിടെ എത്തി കേരള പോലീസിൻ്റെ അന്വേഷണം? ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് എവിടെ എത്തി? സതീശൻ്റെ കാലത്തും ഒട്ടും വ്യത്യസ്തമായിരിക്കില്ല. കാരണം സതീശൻ സർക്കാരിനെ നിയന്ത്രിക്കുന്നത് ഇത്തരം ആളുകളൊക്കെയാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടു, സതീശൻ്റെ മന്ത്രിമാരുടെയൊക്കെ പേഴ്സണൽ സ്റ്റാഫിൽ മുസ്ലിം ലീഗുകാർക്കിനേക്കാൾ കൂടുതൽ സ്വാധീനവും സാന്നിധ്യമുള്ളത് ജമാഅത്തെ ഇസ്ലാമിക്കാർക്കാണെന്നൊക്കെ വാർത്തയൊക്കെ വന്നിരുന്നു. എനിക്കറിയില്ല, വിശദവിവരങ്ങൾ എനിക്കറിയില്ല, ഞാനതൊന്നും പരിശോധിക്കാൻ പോയില്ല. കാരണം എന്തിനാണ് ഇപ്പോൾ സൂര്യൻ ഉദിച്ച് നിൽക്കുമ്പോൾ പകലാണ് എന്ന് പ്രത്യേകിച്ച് ആരെങ്കിലും പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? അതുപോലെയാണ് ഇപ്പോൾ കേരളത്തിലെ കാര്യങ്ങൾ. അപ്പോൾ ഏതായാലും ഒരു കാര്യം ഉറപ്പായി, ഈ മാഘമഹോത്സവം എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാവരെയും ഞെട്ടിച്ച സംഭവമാണ്. മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി ഈ ചാനലിൽ വന്ന്, ഇന്ത്യ ലൈവിൽ വന്നിട്ട് എൻ്റെ മുന്നിൽ ഇതുപോലെ ഇരുന്നിട്ടാണ് പറഞ്ഞത് കുംഭമേള കേരളത്തിൽ വരാൻ പോകുന്നു എന്നുള്ളത്. കേരളത്തിൽ പ്രയാഗ്രാജിൽ നടന്നതുപോലെയുള്ള ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഒരു കുംഭമേള നടക്കാൻ പോകുന്നു എന്ന് കേരളീയരോട്, മലയാളികളോട് ആദ്യം പറഞ്ഞത് ഇന്ത്യ ലൈവാണ്. ഇന്ത്യ ലൈവിൽ സാധു ആനന്ദവനം മഹാമണ്ഡലേശ്വരാണ് പറഞ്ഞത്. അതിനുശേഷം ഇത് വളരെ പെട്ടെന്ന് പടർന്ന് പന്തലിച്ച് വലിയ പ്രസ്ഥാനമായിട്ട് മാറി. തിരുനാവായ കുംഭമേളയ്ക്ക് ഇവിടുത്തെ ഏതെങ്കിലും മാധ്യമങ്ങൾ കവറേജ് കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും പത്രം ആ കുംഭമേളയുടെ വാർത്തകൾ സവിസ്തരം നിങ്ങളെ അറിയിച്ചോ? ഏതെങ്കിലും ചാനൽ അതിൻ്റെ വിഷ്വൽസ് കാണിച്ചിട്ടുണ്ടോ? ഇല്ല. 1 മിനിറ്റ് അല്ലെങ്കിൽ അര മിനിറ്റൊക്കെയുള്ള ഒരു മിന്നായം പോലെ പോകുന്നൊരു വാർത്തയെ കൊടുത്തുള്ളൂ. കേരളത്തിൽ 10 ലക്ഷത്തോളം, 10 ലക്ഷത്തിനും 15 ലക്ഷത്തിനും ആളുകൾ പങ്കെടുത്തു എന്നാണ് കണക്ക്. ചിലരൊക്കെ 30 ലക്ഷം വരെ ആളുകൾ പങ്കെടുത്തു എന്നും പറയുന്നുണ്ട്. അവിടെ പോയവർക്കറിയാം. അതുപോലെ ജനം വന്ന് ഒരു നോട്ടീസ് പോലും അടിച്ചില്ല. എന്നോട് സംസാരിക്കുമ്പോൾ മഹാമണ്ഡലേശ്വർ ആനന്ദവനം എന്നോട് പറഞ്ഞു, നമുക്കൊരു നോട്ടീസ് അടിക്കാൻ പോലും നേരം കിട്ടിയില്ല, കയ്യിൽ നിന്ന് പോയി. അതുപോലെ ജനം ഒഴുകി വന്ന് ഒരു മാധ്യമങ്ങളുടെയും സഹായമില്ലാതെ കാതോരം പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ കിട്ടിയ പ്രചാരണം മാത്രം അറിഞ്ഞ് ആളുകൾ ഒഴുകി വരികയായിരുന്നു തിരുനാവായയിലേക്ക്. അങ്ങനെ തിരുനാവായ ഇരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഹിന്ദുവിൻ്റെ ഒരു ഏകത സംഭവിക്കുകയാണ്. ഹിന്ദു അവൻ്റെ സത്വം തേടി തിരിച്ചു വരികയാണ്. ഗംഗാ ആരതി നീളയുടെ തീരത്ത് നടക്കുന്നത്
അനിർവചനീയമായ ഒരു അനുഭൂതിയാണ് അതിൽ പങ്കെടുത്തവർക്ക് കൊടുത്തത്. നമ്മൾ ഒന്നാണ് എന്നുള്ള ബോധം ഹൈന്ദവർക്കുള്ളിൽ ഉണ്ടാക്കാൻ മാഘമഹോത്സവത്തിന് അല്ലെങ്കിൽ കേരളത്തിലെ ഈ കുംഭമേളയ്ക്ക് കഴിഞ്ഞു. അത്തരമൊരു കൂട്ടായ്മ കേരളത്തിൽ ഉണ്ടാവരുത്, അതിനെ തകർക്കണം എന്ന് കരുതിയിട്ടാണ് ഈ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നത് എന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മുടെ മാധ്യമങ്ങളിൽ വാർത്ത ഉണ്ടാവത്തില്ല. ഇനി നോക്കൂ, ഈ വർഷവും കുംഭമേള നടക്കുന്നുണ്ട്. ഈ വർഷം ഞാൻ മനസ്സിലാക്കിയത്, എന്നോട് നമ്മുടെ ചാനലിൽ വന്നിട്ട് സ്വാമി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെക്കാളും ബൃഹത്തായിട്ട് ഏതാണ്ട് 45 ദിവസം നീണ്ടു നിൽക്കുന്ന മാഘമഹോത്സവമാണ് ഇക്കുറി നടക്കാൻ പോകുന്നത്. അതിൽ 30,000-ഓളം സന്യാസിമാർ മാത്രം പങ്കെടുക്കുമെന്ന് പറയുന്നു. പിന്നെ ലക്ഷങ്ങൾ, അതൊരു 50 ലക്ഷം വരെ ആളുകൾ കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പങ്കെടുക്കാൻ എത്തുമെന്നാണ് ലഭിച്ചിട്ടുള്ള വിവരം. അതിൻ്റെ സംഘാടക സമിതിയുടെ രൂപീകരണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉടൻ നടക്കാൻ പോവുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ ഹിന്ദു വലിയ തോതിൽ സംഘടിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും കടുത്ത ഭീഷണിയിലാണ്. ശബരിമല കടുത്ത ഭീഷണിയിലാണ് അല്ലേ? ശബരിമലയിൽ യന്ത്രത്തോക്കേന്ത്യ സൈനികർക്ക് കാവൽ നിൽക്കേണ്ടി വരുന്നു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം, കേരളത്തിൽ എത്ര മുസ്ലിം പള്ളികൾക്ക്, എത്ര ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് ആയുധധാരികളായ പോലീസുകാർ കാവൽ നിൽക്കുന്നുണ്ട്, സൈനികർ കാവൽ നിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ എല്ലായിടത്തും ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങൾക്കാണ് സംരക്ഷണം വേണ്ടത്. ആരിൽ നിന്ന് ആരിൽ നിന്ന് ആരിൽ നിന്ന് എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കാതെ പോകുന്നു. ഹിന്ദു ഭൂരിപക്ഷമാണ്, പക്ഷേ ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങൾക്കെല്ലാം, പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ക്ഷേത്രങ്ങൾക്കെല്ലാം കാവലില്ലെങ്കിൽ ആ ക്ഷേത്രം അവിടെ ഉണ്ടാവത്തില്ല. ഇതെന്തൊരു ഹിന്ദു രാജ്യമാണ്, ഹിന്ദു ഭൂരിപക്ഷ രാജ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്നത് പോലെയാണ് ഹിന്ദുവിൻ്റെ വലിയ ഒത്തുചേരൽ തിരുനാവായിൽ മലപ്പുറം ജില്ലയിൽ വരുന്നു. അതിൽ അസഹിഷ്ണുതയുള്ള ആളുകൾ തീർച്ചയായും അതിനെ തകർക്കാൻ ശ്രമിക്കും. അതിൻ്റെ കൂടി ഭാഗമായിട്ട് വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ ഇറക്കിക്കൊണ്ടുവന്നു. അത് ഉപയോഗിക്കാൻ കഴിയുന്നതിന് മുമ്പ് മഹാഭാഗ്യം കൊണ്ട്, മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് അത് പിടിക്കപ്പെട്ടു എന്നുള്ള ആശ്വാസകരമായ വാർത്ത ഇതിൻ്റെ ഒരു ഭാഗമാണ്. ആശ്വസിക്കുമ്പോഴും നമ്മൾ ചോദിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ഹിന്ദുവിൻ്റെ ആഘോഷങ്ങൾ, ഹിന്ദുവിൻ്റെ ഒത്തുചേരൽ, ഹിന്ദുവിൻ്റെ ദേവാലയങ്ങൾ ഇങ്ങനെ ആക്രമണ ഭീഷണിയിലായിരിക്കുന്നു എന്നത് നമ്മൾ കണ്ണു തുറന്ന് മനസ്സ് തുറന്ന് ആലോചിക്കേണ്ട ചോദ്യമാണ്. ഇന്ന് നമ്മുടെ മാധ്യമങ്ങളിൽ ഈ വാർത്ത വരുമോ എന്ന് നിങ്ങൾ നിരീക്ഷിക്കണം. ഇന്നല്ലെങ്കിൽ നാളത്തെ പത്രങ്ങളിൽ, ഇന്ന് സായാഹ്ന ചർച്ചകളിൽ, അന്തിച്ചർച്ച അതിലുണ്ടാകുമോ എന്ന് നിങ്ങൾ നോക്കണം. എന്നിട്ട് നിങ്ങൾ പറയണം, നിങ്ങൾ പണം കൊടുത്തു വാങ്ങുന്ന ദിനപത്രം, നിങ്ങൾ വരിസംഖ്യ അടയ്ക്കുന്ന ചാനൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ, നിങ്ങളെ സഹായിക്കാനാണോ, നിങ്ങളെ കൊല്ലാനാണോ കൂട്ടുനിൽക്കുന്നത് എന്ന് ആലോചിക്കണമെന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യ ലൈവ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ.